ഹലോ കൂട്ടുകാരെ, നമുക്ക് ലെമൺ കൊറിയാണ്ടർ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 3 വറ്റൽ മുളക് കുത്തിച്ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് സോട്ടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ ഒരു വലിയ സവാള നീളനെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുത്തു. ഇനി സവാളയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സവാളയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് സവാള വഴന്നു വന്നാൽ മതി. അങ്ങനെ സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് മല്ലിയില എടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ നല്ല വൃത്തിയായി കഴുകി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവർ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു റൈസിന്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ചും കൂടി കൂടുതൽ ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ്, ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പിട്ടിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുത്ത് ഉപ്പിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആ മസാല യോജിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നേരത്ത് ചൂടാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ലെമൺ സെസ്റ്റാണ്. അതായത് നമ്മൾ ചെറുനാരങ്ങ നല്ലതുപോലെ കഴുകി അതിൻ്റെ പുറന്തോലി ഉണ്ടല്ലോ, മഞ്ഞ കളർ മാത്രം, ഉള്ളിലുള്ള വൈറ്റ് കളർ വരാത്ത രീതിയിൽ മഞ്ഞ കളർ മാത്രം ചുരണ്ടി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ലെമണിൻ്റെ ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു ചെറിയ പീസ് ലെമൺ എടുത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ഈ റൈസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു റൈസ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ലഞ്ച് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പപ്പടം വറുത്തതോ അല്ലെന്നുണ്ടെങ്കിൽ സലാഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ അങ്ങനത്തെ എന്ത് കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു ലെമൺ കൊറിയാണ്ടർ റൈസിൻ്റെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് നമ്മളിതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന എമദാച്ചിയാണ്. ഒത്തിരി മസാലയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിനായിട്ട് കൊടുത്തുവിടാനും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാനിന്ന് നമ്മുടെ ലെമൺ കൊറിയാണ്ടർ റൈസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ലെമൺ കൊറിയാണ്ടർ റൈസ് ഞാൻ അതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് എമദാച്ചിയാണ്. നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു എമദാച്ചി ഈ ഒരു ലെമൺ കൊറിയാണ്ടർ റൈസിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെമൺ കൊറിയാണ്ടർ റൈസ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ആ ഒരു കൊറിയാണ്ടറിൻ്റെയും ലെമണിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ പച്ചമുളകും നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടുള്ളത് കൊണ്ട് തന്നെ എരിവും ആവശ്യത്തിനുണ്ട് അതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് എമദാച്ചി ചെയ്ത് നോക്കണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമക്കറിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.